ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇയിലേക്ക് പോയിട്ടുണ്ട് പലതവണ. യുഎഇ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് പലതവണ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനന്തരാവകാശി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്രകൾ നടത്തുകയും കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കളാണ് ഇന്ത്യയുടെയും യുഎഇയുടെയും നേതാക്കൾ. പക്ഷെ അതൊക്കെ വളരെ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്. ഇവിടെ യുഎഇയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഒരു ഷോർട്ട് നോട്ടീസിൽ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം? സാധാരണ രീതിയിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വരികയാണെങ്കിൽ വളരെ ഒരുപാട് മുമ്പ് തന്നെ നമ്മൾ അറിയും. ആ വരുന്നതിന് കൃത്യമായ കാരണങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ അറിയാൻ കഴിയും. പക്ഷെ ഒരു വർക്കിംഗ് വിസിറ്റ് എന്ന് മാത്രമാണ് യുഎഇ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഇത്ര പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസ് കൊടുത്തിട്ട് ഇതാ ഞാൻ വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് കാണണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് പല കാരണങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ജിയോ പൊളിറ്റിക്സിൽ വിദഗ്ധരായിട്ടുള്ള പല ആളുകൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ വിഷയങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള പലരും പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്ന്, സൗദി അറേബ്യയും യുഎഇയും തമ്മിൽ ഇപ്പോൾ ഒന്ന് കൊമ്പ് കോർത്തിട്ടുണ്ട്. സൗദി യുഎഇയും വളരെ ശക്തമായ സൗഹൃദത്തിലുള്ള രാജ്യങ്ങളായിരുന്നു. അയൺ ബ്രദേഴ്സ് എന്നായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ യമനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തില് സൗദിയുടെയും അതുപോലെ യുഎഇയുടെയും നിലപാടുകൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി. അവിടെ രണ്ട് വശത്തായിട്ട് അവർ നിൽക്കുകയാണ്. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ നടക്കുന്ന പല വിഷയങ്ങളിലും സൗദിയും യുഎഇയും രണ്ട് വശങ്ങളിൽ നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് വരെയാണ്. അതിന് പുറമെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് യുഎഇയെ മാറ്റി നിർത്തിക്കൊണ്ട് സൗദിയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാറ്റോ മോഡൽ എഗ്രിമെന്റ്, ഇസ്ലാമിക് നാറ്റോ എന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു എഗ്രിമെന്റ്. പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ഇടപെടും, സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇടപെടും. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നു. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് തുർക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അസർബൈജാൻ അതിലേക്ക് വരുന്നു. ഒരു ഇസ്ലാമിക നാറ്റോ ആയിട്ട് അത് ഫോം ചെയ്യാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണോ വന്നിരിക്കുന്നത്? കാരണം യുഎഇ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ട്രേഡ് പാർട്ണറാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സഖ്യരാജ്യമാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയും യുഎഇയും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണ സാധ്യതകൾ നിലവിലുണ്ട്. സ്പേസ്, ഡിഫൻസ്, എക്കണോമി, ട്രേഡ്, എല്ലാ മേഖലകളിലും, എഡ്യൂക്കേഷൻ, സകല മേഖലകളിലും രണ്ട് രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ധാരണകളും എഗ്രിമെന്റുകളും ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ യുഎഇക്ക് ഈ പറയുന്ന ഇസ്ലാമിക് നാറ്റോയിലേക്ക് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടോ? അതോ യുഎഇയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിക് നാറ്റോ അവിടെ ഉണ്ടാവുകയാണോ? അവിടെ സൗദി അറേബ്യ പൂർണ്ണമായിട്ട് യുഎഇക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ പറ്റില്ല. പക്ഷെ അടിയന്തരമായ ചില വിഷയങ്ങളുണ്ട്. ഇല്ലാതെ യുഎഇ രാജാവ് പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസും കൊടുത്ത് ഇന്ത്യയിലോട്ട് ഇങ്ങനെ വരില്ല. നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിക്കില്ല. അപ്പൊ ഇത് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പൊ ഇന്ത്യ ബ്രിക്സിന്റെ തലപ്പത്തുകൂടെ ഇരിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയും യുഎഇയും പരസ്പരം തങ്ങളുടെ കറൻസിയിൽ ട്രേഡ് നടത്താനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പൊതുവെ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കൻ ഡോളറിനെ മാറ്റിയിട്ട് അവരുടെ തദ്ദേശീയമായ കറൻസിയിൽ ട്രേഡ് നടത്തുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് കുരു പൊട്ടുമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണോ ഈ സന്ദർശനത്തിന്റെ പുറകിലെന്ന് നമുക്കറിയില്ല. മാത്രമല്ല ഈ ട്രംപ് ഉണ്ടല്ലോ, ട്രംപിന്റെ സ്റ്റേബിൾ അല്ലാത്ത ഒരു ഫോറിൻ പോളിസി, അയാൾ ഇന്നൊന്ന് പറയും നാളെ മറ്റൊന്ന് പറയും. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ട്രംപ് സമീപകാലത്തായിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ഒരുപക്ഷെ യുഎഇയിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കാം. ഇത്രയും കാലം അമേരിക്ക മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ തന്നെ ഒരു പ്രൊട്ടക്ടർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഒരു പക്ഷേ മറ്റ് ചില ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം അമേരിക്കയ്ക്ക് സൗദിയോടും പാകിസ്ഥാനോടുമുള്ള മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഏകദേശം $1 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാമെന്ന് MBS പോയിട്ട് ട്രംപിനോട് പറഞ്ഞതോടെ അമേരിക്കയ്ക്കും ട്രംപിനും സൗദിയോട് വലിയ സ്നേഹമൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നുണ്ട്. യുഎഇയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്നറിയില്ല. മാത്രമല്ല യുഎഇയും സൗദിയും തമ്മിൽ മറ്റൊരു മത്സരം നടക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ എക്കണോമിക് പവർ ആരാണ് എന്നുള്ളത്. ശരിക്കും യുഎഇ മിഡിൽ ഈസ്റ്റിലെ ഒരു മേജർ പവറായിട്ട് മാറിയിട്ടുണ്ട്. വലിപ്പം കൊണ്ട് നോക്കുകയാണെങ്കിൽ സൗദി വളരെ വലുതാണ്. പക്ഷേ ടെക്നോളജി കൊണ്ടും അല്ലെങ്കിൽ ഒരു പുരോഗതി കൊണ്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ യുഎഇ വളരെ മുമ്പിലാണ്. ഇപ്പൊ യുഎഇയെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം തങ്ങളുടെ രാജ്യത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യ ഒരു കെട്ടിടം പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം മേഖലയിലും സൗദി യുഎഇയെ കടത്തിവിട്ടണം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിലവിലെ ഗൾഫിലെ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ നഗരങ്ങളും ഡെവലപ്മെന്റ്സും ഒക്കെ ഉള്ള ഒരു രാജ്യം യുഎഇ ആണ്. അതിനെ കടത്തിവെട്ടുക എന്നുള്ളൊരു മത്സരം സൗദിയും യുഎഇയും തമ്മിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിന് പുറമെ വേറെ ചില സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഒരു മെഡിറ്ററേനിയൻ ഒരു ക്വാഡ് രൂപപ്പെടുകയാണോ എന്ന് വെച്ചാൽ ഗ്രീസ്, സൈപ്രസ്, ഇസ്രയേൽ, ഇന്ത്യ, യുഎഇ. പൊതുവെ ഇസ്രയേലുമായിട്ട് നല്ല സഹകരണമുള്ള രാജ്യമാണ്.
തീവ്രവാദത്തിനെതിരായ ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമാണ്. ഇന്ത്യയെ പോലെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി വേണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കറൻസിയിലും യുടെ കറൻസിയിലും ട്രേഡ് നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ അമേരിക്കയുടെ പുതിയ പോളിസി പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അമേരിക്കൻ ഡോളറിനെ മാറ്റി നിർത്തുന്ന രാജ്യങ്ങളോട് അമേരിക്ക ഒരു ശത്രുതയോടെയാണ് പെരുമാറുന്നത്. ഈ വിധത്തിൽ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇപ്പോ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്ത്യയുമായിട്ട് ഒരു അടിയന്തര ചർച്ച നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണോ അദ്ദേഹം വന്നതെന്ന് അറിയില്ല. ട്രംപ് UN കടത്തി വെട്ടിക്കൊണ്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി തന്നെ സംസാരിക്കാം. രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഒരു നിശ്ചിത തുക കൊടുക്കണം. 1 ബില്യനോ 2 ബില്യനോ ഒക്കെയാണ് അയാൾ ഡിമാൻഡ് ചെയ്യുന്നത്. അമേരിക്ക ആയിരിക്കും ആ പുതിയ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നത്. അമേരിക്കയ്ക്ക് അങ്ങനെ ഫണ്ട് കൊടുത്ത് അതിൽ ജോയിൻ ചെയ്യുന്ന രാജ്യങ്ങളുടെ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് എന്തോ ഒരു വോട്ടുണ്ടെന്നോ അമേരിക്ക ആയിരിക്കും ചെയർ വഹിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വേൾഡ് ഓർഡർ വീണ്ടും കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. സോ അതിലേക്ക് ഒരുപാട് രാജ്യങ്ങൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടെന്നാണ് സൂചന. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ പ്രസിഡന്റ് വന്നത് എന്ന് നമുക്കറിയില്ല. ഗാസയിലേക്ക് അവിടെ സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയും UAEയും ഉൾപ്പെടെ ഏകദേശം 60-ലധികം രാജ്യങ്ങൾക്ക് അമേരിക്ക ക്ഷണം അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. നേരത്തെ തന്നെ പാകിസ്ഥാനെ ക്ഷണിച്ചതാണ്, ഇപ്പോ കൂടുതൽ രാജ്യങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. അപ്പൊ ഇത് സംബന്ധിക്കുന്ന ഗാസ പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇറാനാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ, അല്ലെങ്കിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ UAEയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അപ്പൊ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഡിഫൻസ് കരാറുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണോ എന്ന് നമുക്കറിയില്ല. ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ നടന്നത്, ഇന്ത്യയുടെ ആർമി ചീഫ് നമ്മുടെ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ഈ UAEയിലേക്ക് പോവുകയും അദ്ദേഹത്തിന് UAE ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു അംഗീകാരമൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് UAE ലാൻഡ് ഫോഴ്സിന്റെ ഏറ്റവും പരമോന്നതമായ ഒരു ബഹുമതി നൽകി, ഗാർഡ് ഓഫ് ഓണർ ഒക്കെ നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്, ഇന്ത്യയുടെ മിലിറ്ററി ചീഫിനെ. അതിനു പുറമെ UAEയുടെ കരസേനാ മേധാവി ഉൾപ്പെടെ അവരുടെ പ്രധാനപ്പെട്ട എല്ലാ ഹയർ ലെവലിൽ നിൽക്കുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥരുമായിട്ടും നമ്മുടെ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനുശേഷം UAEയുടെ മിലിറ്ററി ഫെസിലിറ്റീസിലടക്കം സന്ദർശനം നടത്തിയിട്ടുമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് ഈ കഴിഞ്ഞ ജാനുവരി 4-നാണ് നടന്നത്. ഈ ജനുവരി 4-ാം തീയതിയാണ് അദ്ദേഹം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അദ്ദേഹം UAEയിലേക്ക് സന്ദർശനം നടത്തുകയും 16-ാമത് ഇന്ത്യ UAE ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു യോഗത്തിൽ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ എനർജി, കണക്ടിവിറ്റി, ഡിഫൻസ്, സെക്യൂരിറ്റി, ഡെവലപ്മെന്റ് പാർട്ണർഷിപ്പ്, ടെക്നോളജി, ഹെൽത്ത്, കൾച്ചർ, എഡ്യൂക്കേഷൻ, അങ്ങനെ വിവിധ വിഷയങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ UAE സ്ട്രാറ്റജിക് ഡയലോഗിന്റെ 5-ാമത്തെ റൗണ്ട് ചർച്ചകൾ കൂടിയായിരുന്നു ഇത്. സോ ഇവിടെ ഇന്ത്യയും UAEയും തമ്മിലുള്ള റിലേഷൻ വളരെ തിക്കായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രിക്സിന്റെ ഭാവിയെക്കുറിച്ചും I2U2 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. I2U2 എന്ന് പറയുന്നത് ഇസ്രായേൽ, ഇന്ത്യ, അമേരിക്ക, അതുപോലെ UAE, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UAE, ഇന്ത്യ, ഇസ്രായേൽ, I2U2 ഈ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ ഭാവിയെക്കുറിച്ച്, അതിന്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ബ്രിക്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ രണ്ട് രാജ്യങ്ങളും തമ്മിലൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തിയുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണോ ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും സുപ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. UAE പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച ഒരു സാധാരണ ഒരു കൂടിക്കാഴ്ചയായിട്ട് നമുക്ക് തോന്നുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണ് മോദിയുമായിട്ട് നടക്കാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.